വിളിച്ചാ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചാൽ അതിന് വഴി ബ്ലോക്ക് ആവും. ഓക്കെ ചേട്ടാ ഒന്ന് മാറി. நீ நாளை யாராக போறேன்? நான் வந்து விமான பத்திரம் யாருப்பா? ஓகே பேக் சைடுல பேக் வந்து ஓலே ரெடி ஓகேல ലബിൻ സർ ഉത്തരം ഞാൻ പറഞ്ഞു. എന്റേത് പറയണ്ട, അവൾ പറഞ്ഞു. ஆக்ஷன் மல்லி நீ என்ன யோசிக்கிற? അത് ഇങ്ങനെ നോക്കുന്നു സിൻഡോൺ ചെയ്താൽ വീണ്ടും കിട്ടിയില്ല അതല്ലേ ഈ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറായ നിങ്ങൾക്ക് ഈ ചിത്രത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇത് ഇങ്ങനെ ഒരു ചിത്രം എനിക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ ചെറുതുരുത്തിക്കാരനാണ്. ചെറുതുരുത്തിയിൽ ജനിച്ച് വളർന്ന ഞാൻ ചെറുതുരുത്തിയിൽ വെച്ചിട്ട് തന്നെ എൻ്റെ ആദ്യത്തെ ഒരു ചിത്രം നിർമ്മിക്കാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ഞാൻ ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഒരുപാട് ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഷൂട്ടിംഗ് കാണാൻ പോയിട്ടുള്ള ആളാണ്. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ സത്യൻ പ്രേം നസീറിൻ്റെ യുഗമായിരുന്നു. ഇപ്പോൾ ഇന്ന് അതൊന്നല്ല. ഇന്നിപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഈ പടത്തിനെ പറ്റിയിട്ടും ഈ പടത്തിൻ്റെ കഥയെ പറ്റിയിട്ടും ഇതിൻ്റെ സംവിധായകനായ പ്രശാന്ത് മേനോൻ എന്നോട് സംസാരിച്ചപ്പോൾ ഇതിൻ്റെ പേര് പുസ്തകം എന്നാണ്. ഈ സിനിമയുടെ പേര് പുസ്തകത്തിൻ്റെ ഉള്ളടക്കം വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും എല്ലാ വിദ്യാർത്ഥികളും കാണേണ്ട ഒരു ചിത്രം തന്നെയാണ്.
കാരണം ഇന്നത്തെ മൊബൈൽ, ഇൻ്റർനെറ്റ് ഇതിലൂടെ വിദ്യാർത്ഥികളും മറ്റുള്ളവരും വഷളാവുന്ന പല പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ ദുരുപയോഗപ്പെട്ടു പോകുന്ന ചില കാരണങ്ങളുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവരെ നല്ല രീതിയിൽ അവരുടെ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്തെന്നാ പറയുക, ഒരു മെസ്സേജാണ് ഈ ചിത്രം. വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും കൂടി ഒരു വീട്ടിലൊരു കുടുംബമടക്കം കാണാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ലൊരു ചലച്ചിത്രമായിരിക്കും ഇത്. ഇതിൽ 2 പാട്ടുകളുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 2 പാട്ടുകളും എഴുതിയിരിക്കുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട്സായ മുത്തും പ്രസാദുമാണ് ഇതിന് സംഗീതം. 2 സംഗീത സംവിധായകരാണ് ഈ പാട്ടുകൾ ചെയ്യുന്നത്. ഇതിലൊരു പാട്ട്, അത്തിക്കൊമ്പിൽ ഊഞ്ഞാലാടും ചെങ്ങാതിക്കുരുവി, ചക്കരമാവിലെ തേൻ പറിക്കാൻ കൂടെ പോരാമോ, കൊന്നപ്പൂവിൻ കമ്മലണിഞ്ഞ് കൊഞ്ചാൻ വാക്കുരുവി, കളിയാടാൻ വാക്കുരുവി, അങ്ങനൊരു പാട്ട്. പിന്നെ ഇതിലെ 2ാമത്തെ പാട്ട്, പഞ്ചമിരാവിൽ പൂക്കളം തീർക്കാൻ പൂന്തന്നലെത്തിയിലേ, കണ്ടു നിന്ന പൗർണമി ചന്ദ്രിക കൊതിച്ചു നിന്നില്ലേ, പഞ്ചമിരാവിൽ പൂക്കളം തീർക്കാൻ പൂന്തന്നലെത്തിയിലേ, കണ്ടുവന്ന പൗർണമി ചന്ദ്രിക കൊതിച്ചു നിന്നില്ലേ, പാതിരാക്കിളി പാടി പറന്നു വന്നല്ലോ, പാതിരാക്കിളി പാടി പറന്നു വന്നല്ലോ, ആമ്പൽ പൂവുകൾ മോഹിച്ച് ഈറൻ നദികൾ സ്നേഹിച്ച് പുളകമണിഞ്ഞില്ലേ. ഇതിലെ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് ഞാനാണ്. എൻ്റെ പേര് PI സുലൈമാൻ, ചെറുതുരുത്തിയാണ് വീട്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസറും ഞാൻ തന്നെയാണ്. എന്നാണ് ഇത് റിലീസാകാൻ പോകുന്നത്? റിലീസാകാൻ ഏകദേശം 1 മാസം, ഒറ്റ മാസമേ പിടിക്കുള്ളൂ. ആ 1 മാസത്തിനുള്ളിൽ ഞങ്ങളിത് തിയേറ്ററിൽ എത്തിക്കാനാണ് വഴി. പിന്നെ ഇതിലെ ഒരു പാട്ട് ദാസേട്ടനെ കൊണ്ട് തന്നെ പാടിപ്പിക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങളിത് ആദ്യമായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സിനിമ ആദ്യമായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു ആൽബം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് 2-3 ഓഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് പാട്ടുകൾ. ഇത് എൻ്റെ ആദ്യത്തെ സിനിമയിലത്തെ ആദ്യത്തെ ഗാനമാണ്. ഇത് നീ എൻജോയ് ചെയ്യണോ? പുറത്തു പോണ്ട, ചർദിക്കാൻ പുറത്തു പോണ്ട. അതാണ് ഈ സ്ഥലത്തിന്റെ വേറെ ഉണ്ടോ? അതെ ആക്ഷൻ. അതുകൊണ്ട് ജീവിതത്തിൽ അനുഭവിക്കാൻ തോന്നുന്നില്ല. നേരത്തെ നേരത്തെ അനുഭവിച്ചത് തല്ലി പൊളിക്കണ്ട, തല്ലി പൊളിക്കണ്ട. ഇതൊന്നും എവിടെ എവിടെ നീ പോലെ തല്ലി പൊളിക്കണ്ട, തല്ലി പൊളിക്കണ്ട. ഇതാ വന്നു.
സ്കൂളിൽ ബാക്ക് വരാം സ്കൂളിൽ വരാം അടച്ചിട്ടില്ല കേ പോലും ഇങ്ങനെ പോലെ അടച്ചിട്ടില്ല എവിടെ എവിടെ എന്നിട്ട് അവിടെ തന്നെ അവിടെ തന്നെ പോലീസ് പോലീസ് തന്നെ പോലീസ് തന്നെ പോകട്ടെ എനിക്ക് എന്നാലും എനിക്കെന്നെ വീട്ടിൽ പോകണം ഓക്കെ അല്ലേ ആക്ഷൻ പോലീസിനെ പിടിച്ചോട്ടെ എനിക്കൊരു കുഴപ്പമില്ല എന്നാലും എനിക്ക് എന്റെ വീട്ടിൽ പോകണം അമ്മനെ കാണാം